ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഒരു പുതിയ യൂട്യൂബറെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അതായത് എന്നെ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കണ്ട് ചിരിക്കാനായിട്ടുള്ള ഒരു കോമഡി യൂട്യൂബ് ചാനൽ. അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ അടിപൊളിയാണ്. കണ്ട് കണ്ട് നമ്മൾ ചിരിച്ച് മരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കോമഡി എന്ന് പറയുന്നത് വളരെ 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 സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഡോപ്പമൈൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കോമഡി കാണുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല ഹഗ് ചെയ്യുക, നല്ല മെമ്മറീസ് വരിക, നല്ല ടോക്ക് കിട്ടുക, നല്ല കാഴ്ചകൾ കാണുക, ഇതെല്ലാം നമ്മുടെ ശരീരത്ത് ഡോപ്പമൈൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, സന്തോഷം ഉണ്ടാക്കുന്നതാണ്. സ്ട്രെസ് കുറച്ചിട്ട് നമുക്ക് സന്തോഷത്തിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നമുക്ക് കോമഡി കാണുന്നത് വളരെ നല്ലതായിരിക്കും ഈ സ്ട്രെസ് കുറയ്ക്കാനായിട്ട്. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്, ഒത്തിരി കോമഡി ചാനൽസ് ഉണ്ട് കേട്ടോ, അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാൽ ആശ ഉണ്ണി ഒന്ന് സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ വരും. ഒത്തിരി 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 ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കോമഡിയാണ്. അതായത് ഭാര്യയും ഭർത്താവാണ് കേട്ടോ. ആശ ഉണ്ണി ഇവർ രണ്ടുപേരും കൂടെ ക്രേസി ഹസ്ബൻഡ് ആൻഡ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഡിസ്ക്രിപ്ഷൻ കാണുന്നത്. ആശ ഉണ്ണി നടിച്ചു കൊടുത്താൽ അവരുടെ ഷോർട്സ് ആണ് കൂടുതലും ചെയ്യുന്നത് കേട്ടോ. വീഡിയോസ് കുറവാണ്, ഞാൻ വീഡിയോസ് അങ്ങനെ കാണുന്നില്ല. പക്ഷേ ഈ ഷോർട്സ് അടിപൊളി വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. അതായത് ആശയുടെ ഒരു അഭിനയം സൂപ്പറാണ് കേട്ടോ. ആ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസും എല്ലാം നമുക്ക് എന്താണെന്ന് ഭയങ്കര ക്രൈസി ആയിട്ടുള്ള വൈഫ് ആൻഡ് ഹസ്ബൻഡ് രണ്ടുപേരും ടോം ആൻഡ് ജെറി എന്ന് പറയത്തില്ലേ, ടോം ആൻഡ് ജെറി എങ്ങനെയാണോ നമുക്ക് ഈ കാർട്ടൂണിൽ കാണുന്നത്, കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുമല്ലോ അല്ലേ, ടോം ആൻഡ് ജെറി ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ നമ്മൾ പിടിച്ചിരുത്തുന്നത്. ഇത് റിമോട്ടും കൊടുത്ത് അവർ ആ ടോം ആൻഡ് ജെറി വെച്ച് കൊടുത്താൽ, കാർട്ടൂൺ വെച്ച് കൊടുത്താൽ മണിക്കൂറുകളോളം അവരിയ്ക്കും. അതുപോലെ തന്നെയാണ്, അതുപോലെ അതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് നമ്മളിരുന്ന് പോകുന്ന ഒരു ചാനൽ കേട്ടോ. എത്ര കണ്ടാലും നമുക്ക് മതിയാവത്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ആശ ഉണ്ണി നടിച്ചു കൊടുത്തിട്ട് അവരുടെ ഷോർട്സ് എല്ലാം റെഗുലറായിട്ട് ഇരുന്ന് കാണുകയാണ്. കണ്ടത് തന്നെ നമുക്ക് വീണ്ടും കാണാൻ തോന്നും. അത്രയും കോമഡിക്ക് പ്രത്യേകത അങ്ങനെയാണ്. ഇപ്പം നമ്മൾ കോമഡി അല്ലാത്തൊരു കാര്യമാണെങ്കിൽ ഒന്ന് കണ്ട് രണ്ട് കണ്ട് പിന്നെ നമുക്കത് ബോറടിക്കും. പക്ഷെ കോമഡി ആണെങ്കിൽ എത്ര കണ്ടാലും കേട്ടാലും നമ്മൾ വിടത്തില്ല. എത്ര കേട്ടാലും നമ്മൾ വീണ്ടും വീണ്ടും ചിരിക്കും അല്ലേ. പണ്ട് നടന്നിട്ടുള്ള കോമഡി സംഭവങ്ങളൊക്കെ നമ്മൾ ഓർത്തോർത്ത് പറഞ്ഞ് ചിരിക്കും. ഇപ്പം നമ്മുടെ മനസ്സിൽ ഒത്ത ഫ്രണ്ട്സ് വരുവാണെങ്കിൽ പണ്ട് നടന്ന കോമഡികൾ വീണ്ടും വീണ്ടും പറയും. ശരിയല്ലേ. ഞങ്ങളിപ്പോൾ വീട്ടിൽ ചെന്നാൽ എൻ്റെ ബ്രദർ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ പറയും. പക്ഷെ അപ്പോഴും നമ്മളുടെ പുതുമയോടെ ആദ്യം കാണുന്ന ഒരു കേൾക്കുന്ന ഒരു സന്തോഷത്തോടെ കൂട്ടി ആസ്വദിച്ചാണ് ചിരിക്കുന്നത്. പണ്ട് നടന്ന് പല പ്രാവശ്യം പറയുന്നതാണ്. കൂടി ചേരുമ്പോഴെല്ലാം ആ കാര്യം പറഞ്ഞ് ഞങ്ങൾ ചിരിക്കാറുണ്ട്. ആ കോമഡിക്ക് ഒരു പ്രത്യേകതയാണ്. എപ്പോൾ കേട്ടാലും നമുക്ക് ആദ്യം കേൾക്കുന്ന ആ ഒരു എഫക്റ്റ് വരുന്ന രീതിയിലുള്ള ചിരിയും. മനസ്സിലായി. വീട്ടിലങ്ങനെ എല്ലാവരും കൂടുമ്പോഴത്തേക്ക് ഇതൊക്കെ നടക്കാറുണ്ട്. പണ്ട് കൊച്ചിലേ ഉള്ള കുസൃതികളും പഴങ്കഥകളും ഒക്കെ കേട്ടിട്ട് ഭയങ്കര ചിരിയാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്, കോമഡിക്ക് നമുക്ക് എത്ര കേട്ടാലും മതിയാവത്തില്ല. അപ്പോൾ അതുപോലെ ഒരു ചാനലാണ് നമ്മുടെ ആശ ഉണ്ണിയുടേത്. ആശ ഉണ്ണിയുടെ വെച്ചാൽ ആ ഫേഷ്യൽ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാവും. ഒരു എന്താ പറയുക, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മാഡ്നെസ് കാണിക്കുന്ന രീതിയിൽ ഒരു സൈക്കോ, അതാണ് ആ പേരാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ ഈ സ്ക്രിപ്റ്റൊന്നും എഴുതി വെക്കുന്നില്ല, നമ്മൾ കാണാതെ പഠിക്കുന്നില്ല, അപ്പം തോന്നുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ചില വാക്കുകളൊന്നും ചിലപ്പോൾ തപ്പിയാൽ കിട്ടത്തില്ല. ഞാൻ എഡിറ്റ് ചെയ്യത്തില്ല കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യാതാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ക്യാമറാമാനും പറയുന്നതും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ. ഫോട്ടോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ആരുടെയും ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന പോലെ വീഡിയോ എടുക്കുന്നു, അടിക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ചില മിസ്റ്റേക്കുകളും തിരുത്തലുകളൊക്കെ വരും. ഒക്കെ ക്ഷമിച്ചേക്കണം കേട്ടോ. ചിലപ്പോൾ ചില വേർഡിന് വേണ്ടി ഞാൻ തപ്പിക്കൊണ്ടിരിക്കും. എങ്കിലും ഞാനത് കട്ട് ചെയ്തില്ല, ഞാൻ എൻ്റെ ഒറിജിനൽ അങ്ങോട്ട് വിടുവാണ്. നമുക്ക് എഡിറ്റിങ് എന്ന് പറയുമ്പോഴത്തേക്ക്
അതിനകത്ത് എന്താ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ മാറ്റുക അങ്ങനെയൊന്നുമില്ല. നാച്ചുറലായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ആശാ ഉണ്ണിയുടെ ചാനൽ കൃത്യമായിട്ടും കാണണം കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടൊന്ന് ഉറങ്ങണമെങ്കിൽ നമ്മൾ പ്രാർത്ഥന ഫസ്റ്റാണ്, പ്രാർത്ഥനയുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചിരിച്ചിട്ടൊക്കെയാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നമുക്കൊരു മാനസിക സന്തോഷം വരും. പ്രാർത്ഥനയും പ്രധാനമാണ് കേട്ടോ. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ചെയ്യുന്നുണ്ട്, ഞാനിത് പ്രാർത്ഥന കേട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവരുടെയൊക്കെ കോമഡിയും നമ്മുടെ സിംഗിൾ ബോബൻ്റെ ഒരു കോമഡി ഷോർട്സോ, സിംഗിൾ ബോബൻ പക്ഷേ കോമഡി ആയിട്ട് ഷോർട്സ് ഇല്ല, നോർമലുള്ള വീഡിയോസ് തന്നെ ആണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഇത് ആശാ ഉണ്ണി കേട്ടോ, മറക്കരുത്, ആരും മറക്കണ്ട. ഇതൊന്ന് കാണാത്തവർ കണ്ടിട്ട് സൂപ്പറാണ് കേട്ടോ, അത് അടിപൊളിയാണ്. ഒരു എന്താ പറയുക, ഒരു സൈക്കോ എഫക്റ്റാണ് ആ വൈഫിൻ്റെ ആ നോട്ടവും ആ ചിരിയും. ഇങ്ങനൊരു നോട്ടമുണ്ട് കേട്ടോ. എനിക്കൊന്നും അങ്ങനെയൊന്നും ഈ കോമഡി പറയാനൊന്നും വലിയ തിട്ടമൊന്നുമില്ല കേട്ടോ, കോമഡി ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ നമ്മൾ ഊണ് കൊടുത്തില്ലെങ്കിൽ ഊട്ടുപുര കാണിച്ചു കൊടുക്കാൻ പറയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ആശാ ഉണ്ണി കേട്ടോ. എല്ലാവരും ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് കണ്ടേ, സൂപ്പറാണ്. നമുക്ക് ചിരിക്കാമല്ലോ, ചുമ്മാ സന്തോഷമല്ലേ. ഓക്കെ, താങ്ക് യു.